നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് വ്യക്തിത്വത്തിൻ്റെ ഘടന സിഗ്മണ്ട് ഫ്രോയിഡ് നിർവചിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ്. വ്യക്തിത്വത്തിൻ്റെ ഘടനയെ സിഗ്മണ്ട് ഫ്രോയിഡ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ കൂടെ അത്യാവശ്യമായിട്ട് വേറൊരു പ്രവൃത്തി ചെയ്യുന്നു. ആ ഒരു ഇഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇന്ന് ഫാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുകയാണ്, ആ സമയത്താണ് ഒരു ക്രീം കേക്ക് അടുത്തൊരാൾ കൊണ്ടുവയ്ക്കുന്നത്. പെട്ടെന്ന് ആ കേക്ക് കഴിച്ചിട്ട് ഇനി ക്ലാസ്സിൽ തുടരാം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് തുടരാം എന്ന് കരുതുന്നു. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഇതേ സെയിം ഈ അവസ്ഥയിൽ നമുക്ക് പറയാം. എന്താണ്, ക്ലാസ് നടക്കുകയാണ്, ഇപ്പോൾ കേക്ക് കഴിക്കാൻ പാടുള്ളതല്ല, കേക്ക് മറ്റുള്ളവർ കഴിച്ച് തീരണമെങ്കിൽ തീർന്നോട്ടെ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് ഉറുമ്പഴിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ക്ലാസ്സാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്നാമത്തതാണ് ഈഗോ എന്ന് പറയുന്നത്. ഈ ഉദാഹരണം വെച്ച് തന്നെ പറഞ്ഞാൽ കേക്കിൻ്റെ അല്പം കഴിക്കാം, ഫാസ്റ്റിംഗ് തുടരേണ്ടതുണ്ട്, അതുകൊണ്ട് അല്പം കഴിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ കഴിക്കാം, ഫാസ്റ്റിംഗ് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ കഴിക്കാം എന്നൊക്കെ കഴിയുന്നതാണ് ഈഗോ. ഈ മൂന്നും ഒരുപോലെ ഉപകാരപ്രദവും ഒരുപോലെ ഉപദ്രവകാരിയുമാണ്. ഈ മൂന്ന് കാര്യങ്ങളും, ഇഡും, ഈഗോയും സൂപ്പർ ഈഗോയും ഒരുപോലെ ബാലൻസ് ചെയ്തു കൊണ്ടാൽ മാത്രമേ നമുക്ക് വ്യക്തിത്വത്തിൻ്റെ ഘടനയിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്നു എന്ന് ഫ്രോയിഡ് വ്യക്തമാക്കുന്നു.